അപ്പൊ നമ്മള് ഇനി നമുക്ക് ഈ മെസ്സേജുകൾ നമ്മൾ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിൽ ഒരു കോഡും കൂടി ആഡ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ടോക്കൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഫയർബേസിൽ ടോക്കൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഡിവൈസിനും ഓരോ ടോക്കൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ടോക്കൺ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ടോക്കൺ അവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്, കണ്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മെസ്സേജ് ഷോ ചെയ്യാന്നൊക്കെ നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്കൊരു ഇവിടെ ഓട്ടോ ആപ്പ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ മെസ്സേജിംഗ് എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ സർവീസ് അവിടെ ChatGPT ടൈപ്പ് ചെയ്തിട്ട് ജനറേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യാ, നോട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഡാർട്ട് ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ലിബിന്റെ അകത്ത് ഫോൾഡർ ആയിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഡാർട്ട് എന്ന് പറഞ്ഞ കൊടുത്തു, ജസ്റ്റ് കോപ്പി ചെയ്തു പേസ്റ്റ് ചെയ്യാം. പാക്കേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സേവ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇനിഷ്യലൈസേഷൻ എന്ത് ചെയ്യാം, നമ്മൾ മെയിനിന്ന് കോൾ ചെയ്യണം. ഇവിടെ ഇത് ഇനിഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് ഇതുണ്ട് നോട്ടിഫിക്കേഷൻ സർവീസിന്റെ ഇത് നമ്മളിവിടെ കൊടുക്കും. നമ്മൾ മെയിനില് നമ്മളെ ടോക്കണിന്റെ ഇതിവിടെ കമന്റ് ചെയ്ത് ഈ ക്ലാസ്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവിടെ വേണം. പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യാം. ഇവിടെ ഫയർബേസ് ഇൻസ്റ്റലേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടോക്കൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് എന്താണ് ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമ്മളെ ഫയർബേസ് പ്രൊജക്റ്റിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ മെസ്സേജിങ് എന്ന് പറഞ്ഞ ടൂള് എടുക്കാം. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഈ മെസ്സേജിങ് കൂടെ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്താൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇതിലേക്ക് വരും. അപ്പൊ ഇവിടെ ക്രിയേറ്റ് യുവർ ഫസ്റ്റ് ഇത് പറഞ്ഞിട്ടുണ്ട്, ഫയർബേസ് നോട്ടിഫിക്കേഷൻ മെസ്സേജ്. ഇതിൽ ക്ലിക്ക് ചെയ്തു, നമ്മൾ ക്രിയേറ്റ് കൊടുക്കുക. അപ്പൊ ഇവിടെ ടൈറ്റിൽ കൊടുക്കുക. നമ്മളിപ്പോ ലൈവ് ക്ലാസ് കൊടുത്തു. അപ്പോ നമ്മളിവിടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ടഡ് സബ്ജക്റ്റ് എന്ത് വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. കൊടുത്തു. എന്നിട്ട് ഇവിടെ സെൻഡ് ടെസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതിന്റെ പ്രിവ്യൂ ഇവിടെ കാണിക്കുന്നുണ്ട്. ആഡ് FCM ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിതിൽ ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ നമ്മൾ നോട്ടിഫിക്കേഷൻ ഒന്നും വന്നതായിട്ട് കാണുന്നില്ല. നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി എന്തെങ്കിലും സെറ്റിങ്സോ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി സെൻഡ് ടെസ്റ്റ് മെസ്സേജ് നമ്മളെ ഫോർഗ്രൗണ്ട് നോട്ടിഫിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രോഡ്കാസ്റ്റ് റിസീവ്ഡ് ഫോർ മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇതിലേക്ക് ഇത് വരുന്നുണ്ട്. നമ്മൾ ഈ ക്ലാസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, കണ്ടോ. ഫോർഗ്രൗണ്ട് നോട്ടിഫിക്കേഷൻ കണ്ടോ. അപ്പൊ നമുക്ക് അവിടുന്ന് സെൻഡ് ചെയ്യുന്ന മെസ്സേജ് ഇവിടെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നാണ് നോക്കുന്നത്.
അപ്പൊ അതിനായിട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ ഫയർബേസ് കോർ, ഫയർബേസ് മെസ്സേജിങ് ഇതൊക്കെ നമ്മൾ ഇതിന്റെ മുന്നേ ഇനിഷ്യലൈസേഷന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാളേഷൻ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ ലോക്കലി വരുന്ന നോട്ടിഫിക്കേഷനെ നമുക്ക് ഷോ ചെയ്യാൻ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലട്ടർ ലോക്കൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. മെസ്സേജ് പ്രിന്റ് ചെയ്ത് നോക്കിയല്ലോ. പിന്നെ നോട്ടിഫിക്കേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കൊടുത്തിട്ടുള്ള ഫയൽ എന്ത് ചെയ്യുക, റീഡ് ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങളും കൂടിയിട്ട് ഇപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടിയിട്ട് എന്ത് ചെയ്യാം, ഒന്ന് റീറൈറ്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ അതില് HCM ടോക്കണൊക്കെ പ്രിന്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മെസ്സേജ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ. പിന്നെ മെയിലിൽ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ നോട്ടിഫിക്കേഷൻ സർവീസ് ഇനിഷ്യലൈസ് കൊടുക്കുക. പിന്നെ മാനിഫെസ്റ്റില് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് XML-ന്റെ അകത്ത് എന്ത് ചെയ്യാം, ഇത്രയും യൂസർ പെർമിഷൻ ഒക്കെ കൊടുക്കുക. എന്ന് വെച്ചാല് പോസ്റ്റ് നോട്ടിഫിക്കേഷൻസ് നമ്മൾ കൊടുക്കുക. പിന്നെ അതിന്റെ ആപ്ലിക്കേഷന്റെ താഴെ മെറ്റ ഡാറ്റയിൽ ഉണ്ടായിരിക്കും, അതിന്റെ തൊട്ട് താഴെ എന്ത് ചെയ്യാം, മെറ്റ ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. അപ്പൊ ജസ്റ്റ് നമുക്ക് ഫയർബേസ് നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് വന്നു. പിന്നെ ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ്, ഇത് ഫയർബേസിന്റെ അകത്ത് ആൻഡ്രോയിഡിന്റെ അകത്ത് ആപ്പിന്റെ അകത്ത് SRC മെയിൻ്റെ അകത്തുള്ള ആൻഡ്രോയിഡ് മാനിഫെസ്റ്റ് XML ഇതുണ്ടോ. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഇവിടെ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ പെർമിഷൻ കൊടുത്തു. പിന്നെ ഇവിടെ നമ്മൾ പുതിയൊരു മെറ്റ ഡാറ്റ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് iOS-ൽ എങ്ങനെ സെറ്റ് ചെയ്യാം, ആൻഡ്രോയിഡിൽ iOS-ൽ എങ്ങനെ സെറ്റ് ചെയ്യാം നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ആൻഡ്രോയിഡിലാണ് ചെക്ക് ചെയ്ത് നോക്കിയത്. ഓക്കെ, താങ്ക് യു.